ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ചെമ്പനീർപ്പൂവിൽ വരാതിരിക്കുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് കേട്ടോ. നിലവിൽ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോവുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാത്തിരിക്കുന്നത്. വർഷയുടെ അമ്മ പിണക്കങ്ങളെല്ലാം മറന്ന് വർഷയെ കാണാൻ വരുന്നു. മാത്രമല്ല, വർഷയെ രവീന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ വർഷയുടെ അമ്മ തന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടയാക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിനാണ് ചന്ദ്രയുള്ളത്. അപ്പോൾ ഇതിനെല്ലാം കൂടി മുൻകൈ എടുത്ത് വർഷയെ വീട്ടിലേക്ക് കൊണ്ടയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളൊക്കെ നടത്തിയത് രേവതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒത്തിണക്കി ഒരു കൂട്ടുകുടുംബമായി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രേവതിക്ക് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരുന്നൊരു ഭാഗം നമുക്കുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നിലവിൽ കഴിഞ്ഞു പോയൊരു എപ്പിസോഡാണ്. പലിശക്കാരന് വേണ്ടി കൊടുക്കാനായിട്ട് ചന്ദ്ര 1,00,000 രൂപയായിട്ട് പോകുന്ന സമയത്ത് ശരത്തിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചന്ദ്ര കൊണ്ടുപോകുന്ന പൈസ മോഷ്ടിക്കുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാശിയുടെ പുറത്ത്, അതായത് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ചന്ദ്രയും സുധിയും കൂടി ശരത്തിനെ കള്ളനാക്കുക എന്ന് പറഞ്ഞാൽ പോലെ കൊടും ക്രൂരതയാണ് അവർ ചെയ്യുന്നത്. ശരത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശരത്തിൻ്റെ ബാഗ് പരിശോധിക്കുകയും ഡ്രസ്സിൽ കുത്തിപ്പിടിക്കുകയും മാത്രമല്ല ശ്രുതി ശരത്തിനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ട് ശരത്തും കൂട്ടു നിൽക്കുന്നത്. എന്നാൽ മോഷ്ടിക്കണം എന്നൊന്നും ശരത്ത് വിചാരിച്ചില്ല. അത് കൂട്ടുകാരൻ്റെ നിർബന്ധപ്രകാരമാണ് ചന്ദ്രയുടെ പൈസ മോഷ്ടിക്കുന്നത്. ഒരു കണക്കിന് ചിന്തിക്കുന്ന നേരത്ത് ഈ ഒരു ശരത്ത് ഇങ്ങനെ പൈസ മോഷ്ടിച്ചത് കാരണം ചന്ദ്രയുടെ കുറേ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് രവിക്ക് സാധിച്ചു. പക്ഷെ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഇത് ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ഇനി രേവതിയുടെ ജീവിതത്തിലായിരിക്കും കേട്ടോ. എന്തായാലും ഒരു സാഹചര്യത്തിൽ ശരത്താണ് തൻ്റെ 1,00,000 രൂപ മോഷ്ടിച്ചത് എന്നുള്ള കാര്യം ചന്ദ്ര കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ആ ഒരു സമയത്ത് ചന്ദ്ര ആദ്യം കുറ്റപ്പെടുത്താൻ പോകുന്നത് രേവതിയായിരിക്കും. മാത്രമല്ല, രേവതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അന്ന് ശരത്ത് അങ്ങനെ ഒരു പൈസ മോഷ്ടിച്ചുകൊണ്ട് പല പ്രശ്നങ്ങൾ തന്നെയും ശ്രുതിയെയും മാത്രമല്ല ഈ കുടുംബത്തെയും ബാധിച്ചു എന്നുള്ള ആ ഒരു ദേഷ്യം അതൊക്കെ അടക്കാനാകാതെ ചന്ദ്ര വായി തോന്നിയതെല്ലാം തന്നെ രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, രേവതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. രവിക്കും സച്ചിക്കൊക്കെ ആണെങ്കിലോ മറുത്തൊന്നും പറയാനാകുന്നില്ല. കാരണം തെറ്റ് ചെയ്തത് ശരത്തായതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും രേവതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് രേവതിയെ കാണാനായിട്ട് സച്ചി വീട്ടിലേക്ക് ചെല്ലുകയും ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം താൻ ചെയ്ത തെറ്റിന് ശരത്ത് സച്ചിയോടായിട്ട് ക്ഷമ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് തന്നെ ഒരു വിരഹത്തിൻ്റെതൊരു എപ്പിസോഡ് കുറച്ച് നാളുകൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.